ഹലോ, ഐ എം ഡോക്ടർ ഐശ്വര്യ. ഗൈഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഫോർ നീറ്റ് എം ഡി എസ്. അതായത് നമ്മൾ നീറ്റ് എം ഡി എസ് നമുക്ക് രണ്ട് രീതിക്ക് പ്രിപ്പയർ ചെയ്യാം. ഇൻഡിവിജ്വലായിട്ടും പ്രിപ്പയർ ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഗൈഡൻസ് ബേസ്ഡ് ആയിട്ടും പ്രിപ്പയർ ചെയ്യാം. നീറ്റ് എം ഡി എസ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രയൽ ആൻഡ് എറർ ചെയ്യേണ്ടി വരും, നമ്മളൊരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. സോ അതിന് നമുക്ക് ഒരുപാട് എഫേർട്ടും അതുപോലെ തന്നെ ടൈമും വേണ്ടി വന്നേക്കാം. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഗൈഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ ഒരുപാടായിട്ടുള്ള ആഡഡ് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡൻസ് തരുന്ന ഒരാളെന്ന് പറയുന്നത് പ്രീവിയസ്ലി നീറ്റ് എം ഡി എസ് അറ്റംപ്റ്റ് ചെയ്ത ഒരാളായിരിക്കും. സോ അവർക്കറിയാം എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫീലിംഗ് എങ്ങനെയായിരിക്കും, മിഡ് ഫേസിൽ നമുക്ക് എന്തെല്ലാം ട്രബിൾസ് വരും, ഫൈനൽ ഫേസ് ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എക്സ്ട്രാ പ്രിഫറൻസസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വേറെ എത്ര കൈൻഡ് ഓഫ് MCQs പെർ ഡേ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടത്, ഇൻ ബിറ്റ്വീൻ നമ്മൾ ട്രാക്ക് ഔട്ട് ടൈപ്പോ ഇല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് ഉണ്ട്, അതിന് എന്തെങ്കിലും സ്മാർട്ട് ആയിട്ടുള്ള വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് ഗൈഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ പറ്റും. എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ബാട്ടിയയിൽ അങ്ങനെയായിരുന്നു. ലൈക്ക് എനിക്ക് ഡോക്ടർ നിയാസ് ആൻഡ് ഡോക്ടർ ആഷിഖ് മെൻറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് എവറി ടൈം നമുക്ക് അപ്ഡേറ്റ്സ് അയക്കാൻ പറ്റും. ഇന്ന് ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്, ഇത് മതിയോ, ഇനി കുറച്ചും കൂടെ എത്ര നമ്മൾ റിഫൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ ഗ്രാൻഡ് ടെസ്റ്റ് പോലെ 240 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന MCQs വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ മാർക്ക് ഇത്രയാണ്, അത് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, പ്രോഗ്രസ് ചെയ്യുന്നത് നമ്മൾ മാർക്ക് ആൻഡ് റാങ്കിൻ്റെ ബേസിസിലാണോ നമ്മുടെ പ്രോഗ്രസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, അത് അക്യുറസിയുടെ ബേസിസിലാണോ, നമ്മൾ പോകുന്ന ട്രാക്ക് ശരിയാണോ, ലൈക്ക് നമുക്കൊരു കൈൻഡ് ഓഫ് ജെൻറ്റിൽ റിമൈൻഡർ ആയിരിക്കും നമ്മുടെ ട്രാക്ക് ശരിയാണോ അല്ലേ എന്നുള്ളത് ഗൈഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനിൽ. സോ നമ്മൾ നീറ്റ് എം ഡി എസ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. നമ്മൾ ഫ്രീക്വൻറ്റ്ലി ഡീമോട്ടിവേറ്റഡ് ആവും. മേ ബി നമ്മുടെ പെർഫോമൻസസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. സോ ഈ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു വെരി റെലവൻറ്റ് ആയിട്ടുള്ള റോൾ തന്നെ അവർ പ്ലേ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്കിപ്പോൾ ഒരു സബ്ജക്റ്റ് നല്ലപോലെ പഠിച്ചത് നമുക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, നമ്മൾ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോൾ ലൈക്ക് നമ്മുടെ മെൻറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ നമുക്ക് പുതിയ സ്ട്രാറ്റജീസ് പറഞ്ഞുതരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു റിവിഷൻ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്ത് തരുന്നുണ്ടാവും. സോ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ മെൻറ്ററുടെ അടുത്ത്. ഇത്ര സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇത്ര MCQs ചെയ്യും. സോ നമുക്ക് തോന്നും ലൈക്ക് നമ്മളെ നോക്കാനും അതുപോലെ തന്നെ നമ്മൾ സൂപ്പർവൈസ് ചെയ്യാൻ ഒരാളുണ്ട്. സോ വി ഷുഡ് ബി സോ ഓറിയൻറ്റഡ്. അതേപോലെ നമ്മൾ കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. നമുക്കൊരു ഇന്നർ തോട്ട് എപ്പോഴും നമുക്ക് ഉണ്ടാവും. ആൻഡ് എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഈ പർട്ടിക്കുലർ ഫേസ് എത്തുമ്പോൾ ഇത്രയെല്ലാം ട്രബിൾസ് ഉണ്ടാവും, ഇത്രയെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഈ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല, ഈ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ റിമൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ അവർ പ്രീവിയസ് എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബ്ലൈൻഡ് ആയിട്ട് അത് ബിലീവ് ചെയ്യാനും ഈ ഒരു പോയിന്റ് ഇതെല്ലാം നോർമൽ ആണെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടാവും. പാട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെൻറ്റേഴ്സാണ് ഉണ്ടാവുക. സോ അവർ ഡെഫിനറ്റ്ലി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിമൈൻഡ് ചെയ്യുന്നുണ്ടാവും ഗ്രാൻഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ ഒരു ഫേസ് കഴിയുമ്പോൾ നമ്മൾ മിനി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, ക്യുമുലേറ്റീവ് ആയിട്ടില്ലെങ്കിൽ കമ്പൈൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ കുറച്ചും കൂടെ ഓറിയൻറ്റഡ് ആയിരിക്കും. നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ഒരു റീസൺ നമുക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ടാവും, മോർണിംഗ് മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ടാവും. സോ നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പ്യുവർലി നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല, നമുക്ക് മെൻ്റലി കുറച്ചും കൂടെ നമ്മൾ എനർജറ്റിക് ആയിരിക്കണം. സോ അതിന് നമുക്ക് ഫ്രീക്വൻറ്റ്ലി നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ നമ്മളെ കീപ്പ് ചെയ്യാനും അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും. ആൻഡ് എഗെയിൻ നമ്മൾ പാനിക് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഹോപ്പ്ലെസ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ആ സിറ്റുവേഷൻസൊക്കെ കുറച്ചും കൂടെ മൈൽഡായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനും അവർ ഡെഫിനറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് എഗെയിൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ആ ഒരു ട്രാക്ക് നല്ലപോലെ കീപ്പപ്പ് ചെയ്ത ആൾക്കാരായിരിക്കും. സോ അവർക്ക് ഡെഫിനറ്റ്ലി കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനും അത് ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരാനും അതിന് റെക്ടിഫൈ ഉള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാനും പറ്റലുണ്ട്. മെൻറ്റേഴ്സ് എപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാലും അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ചിയർഫുൾ ആയിട്ട് തന്നെ ആയിരിക്കും കീപ്പ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഒരു ഡേ നമ്മളിപ്പോൾ പറയുകയാണ് ലൈക്ക് വി ഫീൽ ലൈക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്, ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി അവർ ഹെൽപ്പ് ഔട്ട് ചെയ്യും. ലൈക്ക് ഈ ഒരു ദിവസം ബ്രേക്ക് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ബ്രേക്ക് എടുക്കേണ്ടത്, ലൈക്ക് അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെസ്സി ഫിലിം സീരീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കല്, ഹാവ് എ ടോക്ക് വിത്ത് യുവർ ഫ്രണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ നമുക്കറിയുന്ന കാര്യങ്ങളായിരിക്കും. മേ ബി നമുക്ക് ആ കാര്യങ്ങൾ ആ ഒരു ഫേസിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവില്ല. മേ ബി നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടിയതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഇപ്പോൾ വേണം. പക്ഷേ മെൻറ്റേഴ്സിൻ്റെ ടോക്കിലും അതുപോലെ തന്നെ മോട്ടിവേഷനിലും നമുക്ക് തോന്നുമോ ഓക്കെ ഈ ഒരു ബ്രേക്ക് നമുക്ക് ആവശ്യമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര നമ്പർ ഓഫ് MCQs ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ മെൻറ്റർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത്ര നമ്പർ ഓഫ് MCQs ചെയ്യണം. ലൈക്ക് ലാസ്റ്റ് ഫേസ് ഓഫ് എൻ്റെ പ്രിപ്പറേഷനിൽ എൻ്റെ മെൻറ്റർ എനിക്ക് തന്നൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ലൈക്ക് ലാസ്റ്റ് 40 days ഓഫ് റാപ്പിഡ് റിവിഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴും പറയാൻ പറ്റും ആ ഒരു 40 days റാപ്പിഡ് റിവിഷൻ കൊണ്ട് മാത്രമാണ് എൻ്റെ ഒരു 6 or 7 months ഓഫ് പ്രിപ്പറേഷനിൽ എനിക്ക് ഇത്ര നല്ലൊരു റാങ്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു കാര്യം. സോ ബാട്ടിയുടെ മെൻറ്റർഷിപ്പ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഒരു കൈൻഡ് ഓഫ് ഗൈഡൻസ് നമ്മുടെ നീറ്റ് MDS റാങ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം. ഡെഫിനറ്റ്ലി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആൻഡ് എനർജി സേവിങ് ആണ്, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ടാവും.